നമസ്കാരം. യൂട്യൂബിലെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പോളിസിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ ഒരു ഒറ്റ പോളിസി കാരണം ആയിരക്കണക്കിന് ചാനലുകൾ യൂട്യൂബിൽ ഇപ്പോൾ ടെർമിനേറ്റ് ആയിട്ടുണ്ട്. ഇനിയും ചാനലുകൾ ടെർമിനേറ്റ് ആവും. മുമ്പോട്ടുള്ള സമയത്ത് ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. പുതുതായിട്ട് വന്ന പോളിസി ഒന്നും അല്ല ഇത്. നേരത്തെ തൊട്ട് യൂട്യൂബിലുള്ള പോളിസിയാണ്. പക്ഷെങ്കിൽ ഇപ്പോഴാണ് യൂട്യൂബ് ആക്റ്റീവായിട്ട് ഈ ഒരു പോളിസി എടുത്ത് ശരിക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ചാനലുകൾ ടെർമിനേറ്റ് ആയിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു പോളിസിയെക്കുറിച്ച് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആവും. നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് എത്ര ചാനലുകളുണ്ടോ അതൊക്കെ തന്നെ ടെർമിനേറ്റ് ആവും. അത്രയ്ക്ക് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പോളിസിയാണിത്. സർക്കംവെൻഷൻ പോളിസി എന്നാണ് ഇതിന് യൂട്യൂബ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോളിസി വയലേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് പോലുള്ള ഒരു മെയിൽ ആയിരിക്കും നമുക്ക് വരുന്നത്. ആ മെയിലിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലും ടെർമിനേറ്റ് ആവും. ഇനി എന്താണ് ഈ സർക്കംവെൻഷൻ പോളിസി എന്ന് പറയാം? നമുക്ക് യൂട്യൂബിൽ മൾട്ടിപ്പിൾ ചാനൽസ് ഉണ്ടെങ്കിൽ ഇപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഒന്നിലധികം ചാനലുകളുണ്ട്. 2, 3, 4, 5 ചാനലൊക്കെ ഉള്ളവരാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ചാനൽ ഏതെങ്കിലും പോളിസി വയലേഷൻ കാരണം ടെർമിനേറ്റ് ആയി എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ചാനൽ നമ്മുടെ ടെർമിനേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മറ്റെല്ലാ ചാനലുകളും യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് കളയും. ഇതാണ് സത്യത്തിൽ സർക്കംവെൻഷൻ പോളിസി എന്ന് പറയുന്ന ഈ ഒരു പോളിസിക്ക് അതിൽ വരുന്ന കാര്യം. ഈ പോളിസി നേരത്തെ അത്ര ആക്റ്റീവായിട്ട് യൂട്യൂബ് ചെക്ക് ചെയ്യുന്നില്ലായിരുന്നു. പലരും യൂട്യൂബിനെ പറ്റിച്ചും ഗൂഗിളിനെ പറ്റിച്ചും ഒക്കെ ചാനൽ ഒരെണ്ണം ടെർമിനേറ്റ് ആയ വീണ്ടും 1, 2, 3 ചാനലുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ യൂട്യൂബ് ഇപ്പോൾ എയുടെ ഇന്റഗ്രേഷൻ യൂട്യൂബിൽ കൂടുതലായിട്ട് യൂട്യൂബ് ചെയ്തു തുടങ്ങിയപ്പം വളരെ ഈസി ആയിട്ട് യൂട്യൂബ് ഇങ്ങനെയുള്ള ചാനലുകൾ ഫൈൻഡ് ചെയ്യാനും അങ്ങനെയുള്ള ചാനലുകൾ ടെർമിനേറ്റ് ചെയ്യാനും യൂട്യൂബിന് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പോളിസി കാരണം ചാനലുകൾ ഇപ്പം കൂടുതലും ടെർമിനേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കിപ്പം 3 ചാനലുണ്ട് അല്ലെങ്കിൽ 4 ചാനലുണ്ട്. ഈ 4 ചാനലിൽ 3 ചാനൽ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോകുന്നു, നമുക്കതിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു ചാനലിൽ നമ്മൾ ചുമ്മാ ഒരു ഉടായ്പിന് എന്തെങ്കിലുമൊക്കെ കുറേ കണ്ടന്റുകളൊക്കെ ഇട്ട് വയലേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. നമ്മളങ്ങനെ ഇട്ട് പോകുന്നു, കണ്ടന്റ് ഇട്ട് പോകുന്നു. അപ്പോൾ ആ ഒരു ചാനലിൽ പണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന 3 ചാനലിലൂടെ ടെർമിനേറ്റ് ആയിട്ട് പോകും. മനസ്സിലായോ? അതാണ് ഈ ഒരു പോളിസി. ഈ ഒരു ഒറ്റ പോളിസി കാരണം ഒരുപാട് ചാനലുകൾ ഇപ്പം പോകുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഇങ്ങനെ ചാനൽ പെട്ടെന്ന് ടെർമിനേറ്റ് ആയി എന്ന് പറഞ്ഞ്. ഇതാണ് സംഭവം. ഒരു ചാനൽ പോയി കഴിഞ്ഞാൽ അതുമായിട്ട് കണക്ട് ആയിട്ടുള്ള എല്ലാ ചാനലും പോകും. ചാനൽ പോകുന്നത് തന്നെയല്ല, നമുക്ക് പുതുതായിട്ട് ചാനലുകൾ ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല. അപ്പം മുമ്പ് നമ്മൾ ചെയ്തതുപോലെ ഇമെയിൽ ID മാറ്റിയും മൊബൈൽ നമ്പർ മാറ്റിയും അഡ്രസ്സ് മാറ്റിയും ഒക്കെ യൂട്യൂബിനെ പറ്റിച്ച് മൾട്ടിപ്പിൾ ചാനൽസ് വീണ്ടും ടെർമിനേറ്റ് ആയതിനു ശേഷം ഉണ്ടാക്കിയ ആളുകൾ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി അത് നടക്കത്തില്ല. അപ്പം വളരെ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബ് ഓരോ പോളിസീസും. അപ്പം സർക്കംവെൻഷൻ പോളിസി എന്ന് പറയുന്ന ഈ ഒരു പോളിസിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് സെക്ഷനിലോ ഞാൻ ആ ഒരു പേജിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. കൂടുതൽ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, നമ്മുടെ ചാനലുകൾ ഇപ്പം 2, 3 ചാനലുണ്ട്. എല്ലാ ചാനലും ഒരേപോലെ വൃത്തിയായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഉടായ്പ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാം പോകും. അതാണ് ഈ ഒരു പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അതിൽ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പോലുള്ള ഒരു അവസരം യൂട്യൂബ് തരുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ മാത്രമേ യൂട്യൂബിനെ ഇനിയും കൈകാര്യം ചെയ്യാവൂ. ഇതുവരെ നമ്മൾ എന്തൊക്കെ കാണിച്ച് എങ്ങനെയൊക്കെയോ യൂട്യൂബിൽ വീഡിയോകളൊക്കെ ഇട്ട് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി. പക്ഷേ മുമ്പോട്ടുള്ള സമയത്ത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് യൂട്യൂബ് ആ ഒരു പ്ലാറ്റ്ഫോമിനെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ എയുടെ വരവോട് കൂടി വളരെ ഈസിയായി യൂട്യൂബിന് പല കാര്യങ്ങളും ഫൈൻഡ് ചെയ്യാനായിട്ട്. അപ്പം നേരത്തെ യൂട്യൂബിന് മെയിൽ ID അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ അഡ്രസ്സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്തിട്ടായിരുന്നു ഈ ചാനലുകൾ, അതായത് കണക്റ്റഡ് ആയിട്ടുള്ള ചാനലുകൾ ടെർമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ സംസാരിക്കുന്ന സ്റ്റൈല്, നമ്മുടെ ഫേസ്, അതേപോലെ നമ്മുടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ട് എയുടെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ കയ്യിലുണ്ടോ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അടുത്ത ചാനൽ യൂട്യൂബിന് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതിലൂടെ നമ്മുടെ ചാനൽ അങ്ങനെ ടെർമിനേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ചാനൽ ഭദ്രമായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊള്ളുക. നിങ്ങൾ കുറേ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ അങ്ങനെ ടെർമിനേറ്റ് ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകരുത്. അതിന് മുമ്പ് തന്നെ അങ്ങനെയുള്ള കണ്ടന്റുകൾ വല്ലതും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ എന്തെങ്കിലും വയലേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ, ഇനി അത് എത്ര വ്യൂ ഉള്ള കണ്ടന്റ് ആണെങ്കിലും അത് ഡിലീറ്റ് ചെയ്ത് കളയുക. പ്രൈവറ്റ് ആക്കി വെക്കരുത്. പ്രൈവറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്തിന് ഇതുപോലെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്നു പ്രൈവറ്റ് ആക്കി വെച്ച വീഡിയോയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് പ്രൈവറ്റ് ആക്കുന്നത് ഒട്ടും സേഫ് അല്ല. ഡിലീറ്റ് ആക്കി കളയുക. ഇനി ഡിലീറ്റ് ആക്കി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഡിലീറ്റ് ആക്കിയ വീഡിയോകൾക്ക് വരെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്ന് ടെർമിനേറ്റ് ആയ ചാനലുകൾ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ചാനലുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിലീറ്റ് ആക്കുന്നതും സേഫ് അല്ല. വേറെ ഓപ്ഷൻ ഇല്ല. ഡിലീറ്റ് ആണ് നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ നമ്മുടെ കയ്യിലുള്ളത്. സത്യത്തിൽ ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സുഹൃത്തുക്കളും നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ചാനൽ ടെർമിനേറ്റ് ആയി, അതിനുശേഷം അടുത്ത ചാനൽ ഉണ്ടാക്കി, അതും ടെർമിനേറ്റ് ആയി, കൂടെ കണക്റ്റഡ് ആയിരുന്ന എല്ലാ ചാനലുകളും പോയി എന്ന് പറഞ്ഞൊക്കെ പലരും മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം കാരണം ഇതാണ്, ഈ ഒരു പോളിസി കാരണമാണ് ഇങ്ങനെ ചാനലുകൾ ടെർമിനേറ്റ് ആയി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ ചാനലുകൾ കൈകാര്യം ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടിയതാണ്. പിന്നീട് നമുക്ക് ചാനലുകളൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.